ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന സുഖമില്ലാതായപ്പോൾ ആ വീടാകെ ഒന്ന് മാറി. എല്ലാവരും മത്സരിച്ച് അലീനയെ ശുശ്രൂഷിക്കാനും മരുന്ന് കൊടുക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ മത്സരമാണ്. ഇതെല്ലാം കണ്ട അലീനയ്ക്കും ബാലചന്ദ്രനും സന്തോഷവും മക്കൾ മാറിയതിലുള്ള അതിശയവും ഉണ്ടാകുന്നു. രാവിലെ രോഹിത്ത് മുറ്റമൊക്കെ അടിക്കുന്നു. ബബിത അടുക്കളയിൽ കയറി അറിയാവുന്ന പോലെയും യൂട്യൂബ് നോക്കിയുമൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്നു. കോളേജിൽ പോകുന്ന ദിവസം ബബിത രോഹിതിനെയാണ് അലീനയെ നോക്കാൻ ഏൽപ്പിക്കുന്നത്. അങ്ങനെ മക്കളെല്ലാം എതിർചേരിയിലാവുന്ന ദേഷ്യവും അമർഷവും നമ്മുടെ വൈജയന്തിക്ക് ഉണ്ടാകുന്നു. വൈജയന്തി ബാലചന്ദ്രനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ ഭർത്താവിനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ എന്ന്. അലീന സുഖമില്ല എന്നറിഞ്ഞ് മനു കാണാൻ വരുന്നുണ്ട്. മനുവിനെ കണ്ടതും രോഹിത് പറയുന്നത്, അലീന ചേച്ചി തിരിച്ചു പിടിച്ചു തന്ന ജീവനാ ഇത് എന്ന്. അതിനുശേഷം മനു അലീനയെ കാണാൻ പോയപ്പോ അലീനയ്ക്ക് അത്ഭുതമായി. എന്നെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ കണ്ട് വൈജയന്തിക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. അവൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? ബാലചന്ദ്രൻ എൻ്റെ ഭർത്താവായിട്ട് ജീവിക്കാനും എന്നെ ഭാര്യയായിട്ട് കാണാനും കരുതാനും പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ബാലചന്ദ്രൻ പറയുന്നത്, മിനിമം സത്യസന്ധതയും എളിമയും വിശ്വസ്തതയും ഒക്കെ കാണിക്കണം എന്ന്. കൂടുതൽ ബാലചന്ദ്രനെ പ്രകോപിപ്പിച്ചാൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമോ എന്നറിയില്ല. അതിനുശേഷം ബാലചന്ദ്രൻ അലീനയുടെ റൂമിൽ കയറി അലീനയെ കാണുന്നുണ്ട്. എന്തോ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണ് എന്ന് തോന്നുന്നു. കാത്തിരുന്നു തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.